നമസ്കാരം, ഞാനൊരു പുതിയ മാട്രസ് വാങ്ങി. അതിന്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഈ മാട്രസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നാച്ചുറൽ ലാറ്റക്സിലുള്ള ഒരു മാട്രസ് ആണിത്. അതിനോടൊപ്പം നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് ഇതിൽ കിട്ടും. ചില മാട്രസിൽ കുറെ നേരം ഒരേ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേർക്കുന്ന ഒരു പ്രശ്നം പലർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ഈ മാട്രസിൽ നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് ലഭിക്കുന്നത് കൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴുള്ള വേർപ്പിന്റെ പ്രശ്നം ഒഴിവായി കിട്ടും. അങ്ങനെ എനിക്കൊരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് നോക്കി. ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കുന്ന രീതിയിലുള്ള മാട്രസ് വല്ലതും ഉണ്ടോ. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് അവസാനം വേക്ക് ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മാട്രസ് ഞാൻ ബൈ ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മാട്രസിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. 100% നാച്ചുറൽ ആയിട്ടുള്ള ലേറ്റക്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാട്രസ് ആണിത്. അപ്പൊ ഇത് കുറെ പ്രത്യേകതകൾ ഉള്ള മാട്രസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു മാട്രസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓൾറെഡി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അൺബോക്സിംഗും കാര്യങ്ങളും എല്ലാം തന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ ആദ്യം ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അൺബോക്സ് ചെയ്തതിനു ശേഷം ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ വാക്വം പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിനാണ് ഈ മാട്രസ് റിസീവ് ആയത്. ഇതിപ്പോ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. പക്ഷേ ഇതിന്റെ സൈസ് ഓപ്പൺ ആക്കി കഴിഞ്ഞെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സൈസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഒരു ഓപ്പണർ വരുന്നുണ്ട്. ഈ ഓപ്പണറിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കി ഒടിഞ്ഞു പോയി. പക്ഷേ ഇത് വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മാട്രസിന്റെ ഈ ഒരു പാക്കിങ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും വലിയ മാട്രസ് ആണ് ഈ ചെറിയ പാക്കിങ്ങിൽ വന്നത്. ഇതാണ് നമ്മുടെ മാട്രസിന്റെ ലുക്ക്. ഇത്രയും സൈസ് ഉണ്ട് ഇതിന്. സംഭവം അടിപൊളി ആയിട്ട് വരുന്നുണ്ട്. ഇത് മൊത്തം എക്സ്പാൻഡ് ആയിട്ടില്ല, പ്രസ് ആയിരുന്നോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് സമയം കൊണ്ട് ഇതിന്റെ യഥാർത്ഥ ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് മൊത്തത്തിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, പ്ലാസ്റ്റിക് ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏകദേശം അതിന്റെ ഷേപ്പിലോട്ട് മാട്രസ് എത്തിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടണേ. ഇതിന്റെ ബേസ് ആണ്, ഈ കാണുന്നത് ഇതിന്റെ ബേസ് ആണ്. ഇതിന്റെ ബേസിലായിട്ട് ഇതേപോലെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ സിബ് ഇങ്ങനെ നമുക്ക് ഊരാനായിട്ട് പറ്റുമേ. ഇതിന്റെ ചുറ്റിനും ഈ സിബുണ്ട്. ഇത് ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഞാനിത് എന്തൊക്കെയാണ്, ഇതിന്റെ ലേയേഴ്സ് എത്രയാണുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്തിനാണ് ഈ സിബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിന്റെ ഈ ഔട്ടർ കവർ ഊരിയിട്ട് ഇത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. വാഷബിൾ ആയിട്ടുള്ള ഒരു കവറാണ് ഇതിന് മുകളിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിത് തിരിച്ചിട്ടിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാട്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മാട്രസ് ആണ് വേക്ക് ഫിറ്റിന്റെ മാട്രസുകൾ. ഓക്കെ, ഈ ലാറ്റക്സ് മാട്രസിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് സപ്പോർട്ടും കംഫോർട്ടും ഒരേപോലെ കിട്ടുന്ന മാട്രസ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മാട്രസിലേക്ക് പോയത്. ഓർത്തോ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർത്തോ മാട്രസും വേക്ക് ഫിറ്റിന്റെ അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ ഓർത്തോ മാട്രസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഐ ബട്ടണിലും ഓർത്തോ മാട്രസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ മാട്രസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അലർജൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാട്രസ് ആണ്. വളരെ നല്ല രീതിയിൽ കൂളിംഗ് ലഭിക്കുന്ന, ബ്രീത്തബിൾ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ലാറ്റക്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാട്രസ് ആണിത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേയധികം പ്രത്യേകതകൾ ഈ ഒരു മാട്രസിനുണ്ട്. ഇതിന്റെ ലേയേഴ്സിലെ കറക്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി കാരണം നമ്മുടെ ബോഡി പ്രഷർ ഈക്വൽ ആയിട്ട് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മുടെ 7 എർഗണോമിക് സോൺ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹെഡ്, ഷോൾഡർ, നെക്ക്, പെൽവിക്, ലോവർ ബാക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ ആ ഒരു പ്രഷർ പോയിന്റ്സിൽ പ്രഷർ ഈക്വൽ ആയിട്ട് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് ഈ ഒരു മാട്രസിൽ കിട്ടും. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് പൂപ്പ് പിടിക്കുകയോ ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, അലർജി ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഈ മുകളിലെ ഈ ഒരു കവറിംഗ് ഉണ്ടല്ലോ, ഇത് വളരെ സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ അലർജി റെസിസ്റ്റന്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, സാധാരണ ചില മാട്രസിലൊക്കെ മൂട്ട കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊന്നുള്ള ഇഷ്യൂസ് ഇതിലുണ്ടാകത്തില്ല. പിന്നെ ഒരു പരിധി വരെയൊക്കെ വാട്ടർ റെസിസ്റ്റന്റ്, അതായത് വെള്ളം വീണ് പൂപ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളും ഇതിൽ ഉണ്ടാകത്തില്ല. പെട്ടെന്ന് കുറച്ച് വെള്ളം വീണെന്ന് പറഞ്ഞാലും അത് അവിടെ കണ്ട് പൂപ്പാവുകയോ അല്ലെങ്കിൽ മാട്രസിന്റെ കളർ ചേഞ്ച് ആയിട്ട്, നമുക്കറിയാമല്ലോ ചില മാട്രസുകൾക്കുള്ള ഒരു പ്രശ്നമാണ്, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അവിടെ അത്രയുടെ ഒരു പാട് പിടിച്ച് കളറായിട്ട് കിടക്കും. ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിലുകൊണ്ട് വെള്ളം ഒഴിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ജനലിന്റെയൊക്കെ സൈഡിൽ ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ജനൽ തുറന്നു കിടക്കുകയാണെങ്കിൽ വെളി മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് എർച്ചിലടിച്ച് ബെഡിലോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അത് ഒരു പരിധി വരെയൊക്കെ ഈ ഒരു മാട്രസ് നല്ല രീതിയിൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ് ഈ ഒരു മാട്രസ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ നമ്മളൊരു മാട്രസ് വാങ്ങാനായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളാണ്. പക്ഷേങ്കിൽ
നമ്മളെ ഒരുമാതിരി സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ നോക്കുക എന്താണ്, ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളായിരിക്കും നമ്മളൊക്കെ പ്രിഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴും എനിക്ക് ഈ ഒരു മാട്രസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കാരണം എന്താണെന്ന് അറിയോ, ഇതൊരു D2C ബ്രാൻഡാണ്, ഡയറക്റ്റ് ടു കസ്റ്റമർ ബ്രാൻഡാണ്. അതായത് ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഫാക്ടറി ഉണ്ട്, അവരത് മാനുഫാക്ചർ ചെയ്ത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. ഷോപ്പുകളിലോ അങ്ങനെയൊന്നും ഇത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തില്ല, ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഷോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പല ഇടനിലക്കാരുണ്ടാവും, അവരുടെയൊക്കെ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഷോപ്പിൽ നിന്ന് നമുക്കൊരു സാധനം വാങ്ങാനായിട്ട് സാധിക്കുന്നത്. പക്ഷെങ്കിൽ D2C ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ, അതായത് ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഫാക്ടറി പ്രൈസിൽ തന്നെ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചില ബ്രാൻഡുകൾ, ഇപ്പം നമുക്ക് മാട്രസ് ബ്രാൻഡുകൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു തേർഡ് പാർട്ടി ഏൽപ്പിക്കുകയായിരിക്കും. ആ തേർഡ് പാർട്ടി മാനുഫാക്ചർ ചെയ്ത് കമ്പനിക്ക് കൊടുക്കുന്നു, അവരത് സെല്ല് ചെയ്യുന്നു. അങ്ങനെ ഉള്ള ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവർ സ്വന്തം കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്തത് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ വേക്ക്ഫിറ്റിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ മാട്രസ് ഓഫ്ലൈനിൽ വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഓഫ്ലൈനിൽ നമുക്ക് ഈ മാട്രസുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതരുത്. ഓഫ്ലൈൻ സ്റ്റോറുകൾ അവൈലബിൾ ആണ്. ഏകദേശം 92-ലധികം സ്റ്റോറുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 33 സിറ്റീസിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വേക്ക്ഫിറ്റിന്റെ ഈ ഓഫ്ലൈൻ സ്റ്റോർ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഈ മാട്രസുകളെല്ലാം തന്നെ അവിടെ പരിചയപ്പെടാം. ഇവർക്ക് എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ടോ അതൊക്കെ തന്നെ ഇവരുടെ സ്റ്റോറിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അവിടെ വേണമെങ്കിൽ ഓർഡർ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വന്നിട്ട് ഓർഡർ ചെയ്ത് നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മാട്രസിന്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അതായത് ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈവൻ ആയിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ പറ്റും. അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡ്, ഷോൾഡർ, നെക്ക്, ബാക്ക്, ലോവർ ബാക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പ്രഷർ പോയിന്റ്സ്, അതായത് കൂടുതൽ പ്രഷർ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈവൻ ആയിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണം നമുക്ക് നമ്മുടെ ഒരു സ്പൈനൽ അലൈൻമെന്റ് വളരെ കറക്റ്റ് ആയിരിക്കും. നേരെ തന്നെ നമുക്ക് സ്പൈനൽ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രീത്തബിൾ മെറ്റീരിയൽസിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഒത്തിരി ഇതിനുള്ളിൽ തിങ്ങി നിൽക്കത്തില്ല. അപ്പോൾ അതൊരു വലിയ പ്രയോജനമാണ്. കാരണം നമുക്ക് ഒത്തിരി ചൂടുള്ള സമയമാണെങ്കിൽ പോലും നമുക്ക് വളരെ കൂളായിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഈ മാട്രസിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ മാട്രസ് വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള മറ്റു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇതിന്റെ ലേയേഴ്സ് ആണ്. ഇത് നിങ്ങൾ നോക്കി, ഇത് 10 ഇഞ്ചുള്ള മാട്രസ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് 8 ഇഞ്ചിന്റെ ഉണ്ട്, 6 ഇഞ്ചിന്റെ ഒക്കെ മാട്രസുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കൊള്ളുക. അപ്പൊ ഇവിടെ ഞാൻ ഇതിന്റെ ഔട്ടർ ലെയർ, അതായത് ഔട്ടർ ലെയർ എന്ന് വെച്ചാൽ ഈ കവർ ഞാനങ്ങ് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അത് തിന്നായിട്ടുള്ളത് ഇതേപോലെ ചെറിയൊരു കവറോടുണ്ട്. ഈ കവറിനുള്ളിൽ നമുക്ക് ഇതിന്റെ ലേയേഴ്സ് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. 3 ലേയേഴ്സ് ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ഞാൻ മാട്രസ് ഇപ്പം തിരിച്ചിട്ടേക്കാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഈ താഴെ കാണുന്നുണ്ടല്ലോ ഈ ചെറിയ ലെയർ ഇത് ഫസ്റ്റ് ലെയർ, അതിന് ശേഷമുള്ള ഇതാണ് സെക്കൻഡ് ലെയർ, അതിന് ശേഷമുള്ള ഈ ലെയർ ആണ് തേർഡ് ലെയർ. അങ്ങനെ 3 ലെയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ചുമ്മാ 3 ലെയറുകൾ കൊടുത്തിരിക്കുന്നതല്ല, ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ ഈ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, ഈ ഔട്ടർ ലെയർ ആണ് നമ്മുടെ ബോഡിയിലെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഈവൻ ആയിട്ട് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ ഔട്ടർ ലെയർ. ഇത് നാച്ചുറൽ ലേറ്റക്സ് വിത്ത് എർഗോടെക് ലെയർ ആണ്. സെക്കൻഡ് ലെയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്നതാണ് സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയർ ഒരു റെസ്പോൺസീവ് സപ്പോർട്ട് ഫോം ആണ്. 2.75 ഇഞ്ച് ഇതിന്റെ തിക്നെസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഷൻ ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യും. അതായത് അടുത്ത് കിടക്കുന്ന ആൾ അനങ്ങുകയോ തിരിയുകയോ എണ്ണിക്കുകയോ ഒന്നും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ബോഡി മൂവ്മെന്റ്സ് ഈ ഒരു ലെയർ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അടുത്ത് കിടക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കാതെ എഴുന്നേറ്റ് പോകാനോ വന്ന് കിടക്കാനോ തിരിയാനോ ചരിയാനോ ഒക്കെ ഈ ഒരു ലെയറിന്റെ സപ്പോർട്ട് കൂടി നമുക്ക് സാധിക്കുന്നതാണ്. തേർഡ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ്. 1.6 ഇഞ്ചിന്റെ സൈസ് ഒക്കെ ഉള്ള ഒരു ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ബേസ് ഫോം ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ലെയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് മാട്രസിന് കൊടുക്കുന്ന ഒരു ലെയർ ആണിത്. അതായത് കുറേ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ മാട്രസിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ലെയറിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും. ഒരു രീതിയിലുള്ള ഷേപ്പ് ചേഞ്ചസും ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു മാട്രസ് നോക്കി മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ ഔട്ടർ ലെയർ, അതായത് ഏറ്റവും മുകളിലുള്ള ഈ ഒരു കവർ എന്ന് പറയാവുന്ന ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഈറോടെക്സ് ഫാബ്രിക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ പ്രത്യേകത കുറെ ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രസിൽ കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പൊടിയും കാര്യങ്ങളും ഒക്കെ ആവും. ഈ പൊടി ഈ കവറിനകത്തോട്ട് ഇറങ്ങി പോകത്തില്ല. അതായത് ഇതിനുള്ളിലുള്ള ലേയേഴ്സിലോട്ട് പൊടി പോയിട്ട് അവിടെ തിങ്ങി നിറയത്തില്ല. കാരണം അത് ഈ ഒരു ലെയർ, ഇതിന്റെ ഈ ഒരു ഔട്ടർ ലെയർ പ്രിവെന്റ് ചെയ്യും. അങ്ങനെ ഒരു ഫാബ്രിക് ആണിത്. അതിനോടൊപ്പം തന്നെ ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ അലർജി ഉള്ളവർക്കും ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാം, ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ല. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു മാട്രസ് വാങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മാട്രസിന്റെ തിക്നെസ് ഉണ്ടല്ലോ, ഈ ഒരു തിക്നെസ്, ഈ തിക്നെസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ വാങ്ങാനായിട്ട്. നമ്മുടെ വെയിറ്റ് എത്ര
ആണോ വെയിറ്റിനൊക്കെ അനുസരിച്ചാണ് ഈ തിക്നെസ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ആ തിക്നെസ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, അല്ലാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്ഫിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ ഒന്ന് ബൈ ചെയ്യാം. ഒപ്പം തന്നെ കൂപ്പൺ കോഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ ഈ ഒരു മാട്രസുകൾ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. സംഭവം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് വാങ്ങി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു ക്വാളിറ്റി ഈ ഒരു മാട്രസിനുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ മാട്രസിന്റെ പ്രൈസിനെ കുറിച്ചും പറയണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് കുറഞ്ഞ റേറ്റിൽ നമുക്ക് D2C ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സിലേക്കാണ് ഇവർ ഷിപ്പ് ചെയ്യുന്നത്. അതായത് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഓർഡർ ചെയ്യുന്ന ആളിലേക്ക് ഷിപ്പ് ചെയ്യും. ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസും ഈ ഒരു മാട്രസ് ബ്രാൻഡിനില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള ലേറ്റക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ നമുക്ക് ഈ ഒരു മാട്രസിൽ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ മാട്രസ് വാങ്ങിയതിന് ശേഷം 100 ദിവസം ഉപയോഗിച്ച് നമുക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, മാട്രസ് കൊള്ളത്തില്ല എന്നൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്കിത് തിരിച്ചു കൊടുക്കാം കമ്പനിക്ക്. നമ്മുടെ പൈസ മൊത്തം അവർ റീഫണ്ട് ചെയ്യും. ഒരു കാര്യം ചോദിക്കത്തില്ല, എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നതെന്ന് പോലും അവർ ഒരു നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരെ ഇത് റിട്ടേൺ ചെയ്യുന്നു, അവർ നേരെ വന്ന് ഇത് എടുത്തിട്ട് പോയിട്ട് നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു തരും. പിന്നെ ഞാൻ ഈ മാട്രസ് ബ്രാൻഡിനെ കുറിച്ച് കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളോട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാം. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് മാട്രസ് സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഈ വേക്ക്ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 3-ൽ 1 മാട്രസ് വേക്ക്ഫിറ്റിന്റെ ആണ് ഓൺലൈനിൽ ഇപ്പം സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. സെയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ 4.6 റേറ്റിംഗ് ഉള്ള മാട്രസ് ആണ്. 2.5 lakh റിവ്യൂസ് ഈ ഒരു മാട്രസിന്, അതായത് ഈ കമ്പനിയുടെ മാട്രസിന് ഓൺലൈനിലുണ്ട്. അപ്പൊ അത്രയും ആളുകൾ വാങ്ങുകയും അത്രയും ആളുകൾ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബ്രാൻഡിന്റെ ഒരു വാല്യൂ എത്ര ഉണ്ടെന്നുള്ള കാര്യം. പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയി മറ്റൊരു കാര്യമുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ 2 മില്യണിലധികം കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. അതായത് ഇവരുടെ മാട്രസ് 2 മില്യൺ പ്ലസ് സെല്ലായിട്ടുള്ള ഒരു ബ്രാൻഡോടാണിത്. പിന്നെ 10 to 15 ഇയേഴ്സിന്റെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. വാറണ്ടി എന്ന് പറയുന്നത് എന്ത് സാധനം വാങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മാട്രസ് ആയിക്കൊണ്ട് ഒരു പേന ആണെങ്കിൽ പോലും വാറണ്ടി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ടേ വാങ്ങാവൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാട്രസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകൾ കാണും. നിങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ഏതാണെന്ന് നോക്കുക, അവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങുക. ഞാനിപ്പോൾ മാക്സിമം ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജെന്യുവനായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറയുക മാത്രമല്ല, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ മാട്രസ് ഏത് രീതിയിലുള്ള മാട്രസ് ആണെന്നുള്ള കാര്യം. ഇതിൻ്റെ അത് ഞാൻ ഏച്ചുകെട്ടൊന്നും വരുത്തിയിട്ടില്ല. ഡയറക്റ്റ് എന്താണോ എൻ്റെ മുമ്പിൽ ഈ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേക്ക്ഫിറ്റിന്റെ ഒഫീഷ്യൽ സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ നിന്നും നല്ല രീതിയിലുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കസ്റ്റമർ സപ്പോർട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡാണ് ഈ വേക്ക്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ നിങ്ങളൊരു മാട്രസ് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡും പ്രൊഡക്റ്റുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയറോട് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.